നമസ്കാരം. ആപ്പിളും സാംസങ്ങും തമ്മിലുള്ള മത്സരം ഒരിക്കലും അടങ്ങാത്ത വാശിയോടെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ബ്രാൻഡുകൾ തമ്മിലുള്ള അടി എപ്പോഴും നിലനിൽക്കുന്നത് പ്രേക്ഷകരുടെ കൂടെ വാല്യൂ നോക്കിയിട്ടാണ്. കാരണം ആപ്പിളിനും സാംസങ്ങിനും പിന്നാലെയാണ് എല്ലാവരും എന്ന് പറയാം. ആപ്പിളിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഐഫോൺ 16 സീരീസിൽ പലരും തന്നെ ഏറ്റെടുത്തതിനോടൊപ്പം തന്നെ ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട് എന്ന് പറയാം. അതിപ്പോൾ ആപ്പിളിന്റെ ഏത് തരം ഫോൺ ഇറങ്ങിയാലും അത് ഫ്ലോപ്പ് ആണ് എന്ന് ആൻഡ്രോയിഡുകാർ തന്നെ പറയാറുണ്ട്. പക്ഷെ ആപ്പിളിന്റെ വാല്യൂ നമുക്ക് അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്ന ഒന്നൊന്നുമല്ല. വർഷങ്ങളായി തന്നെ, എന്തിനും പതിറ്റാണ്ടുകളായി തന്നെ ഐഫോണിന്റെ ബ്രാൻഡ് വാല്യൂ ഇതുവരെ ഒരിണ പോലും കുറഞ്ഞിട്ടില്ല. മത്സരം കടുപ്പിക്കാനായിട്ട് സാംസങ്ങിന് ആയിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്കവിടെ പറയാൻ സാധിക്കുക. തൊട്ട് മുൻപത്തെ ഐഫോൺ 15 സീരീസ് പുതിയ പുറം ചട്ടയിൽ ഇറക്കി എന്നതായിരുന്നു ഇവർക്ക് വന്ന ഒരു ട്രോള്. ഇത് മാത്രമാണ് ഐഫോൺ 16നെ കുറിച്ചും ട്രോളർമാരുടെ പരിഹാസത്തെ കുറിച്ച് പറയുന്നത്. ഐഫോൺ 16 സീരീസിലെ പ്രോ മോഡലുകൾ പോലും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്ന് ഇവർ വിമർശിച്ചതിന് പിന്നാലെയാണ് ട്രോളുകളെല്ലാം തന്നെ നിരുന്നത്. ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ വൈകിയെയും ഒക്കെ തന്നെയും വിമർശനങ്ങൾക്ക് കാരണമായി തന്നെ ഇതിൽ പറയുന്നു. ഇതിന് പരിഭവം എല്ലാം തന്നെ മാറ്റുമോ എന്നതാണ് ഐഫോൺ 17 സീരീസിനെ ആളുകളെല്ലാം നോക്കിയിരിക്കുന്നത്. ഐഫോൺ 17 സീരീസിൽ ആപ്പിൾ കമ്പനി എന്ന ആകാംക്ഷ ഉയർത്തുകയാണ് എന്ന് പറയാം. ഐഫോൺ 17 പ്രോ മോഡലുകൾക്ക് വരാൻ മാസങ്ങളിൽ ബാക്കി നിൽക്കുകയാണ് എന്നും ഫോണുകളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ആഗോള മാധ്യമങ്ങളിലും എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഐഫോൺ 17 പ്രോ മോഡലുകളിൽ തന്നെ വരാൻ സാധ്യതയുള്ള കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചും ഒക്കെ തന്നെയും നിരവധി പേർ റിപ്പോർട്ടുകളുമായിട്ട് വിവരിച്ച് വരുന്നുണ്ടായിരുന്നു. അലൂമിനിയം ഫ്രെയിം ആണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐഫോൺ 15, 16 പ്രോ മോഡലുകളിൽ ടൈറ്റാനിയം ഫ്രെയിം ആയിരുന്നുവെങ്കിൽ ഐഫോൺ 17 പ്രോ മോഡലുകളിൽ വരാൻ പോകുന്നത് അലൂമിനിയം ഫ്രെയിം ആണ് എന്നാണ് പറയുന്നത്. ഇത് സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാം. പിന്നീട് പറയുന്നത് റെക്ടാംഗിൾ രീതിയിലുള്ള ക്യാമറ ബമ്പിനെ കുറിച്ചാണ്. അലൂമിനിയത്തിലുള്ള വലിയ റെക്ടാംഗിൾ ക്യാമറ ബമ്പിലായിരിക്കും ഇപ്രാവശ്യം തന്നെ ക്യാമറകളൊക്കെ തന്നെയും ഇറങ്ങുന്നതെന്ന് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളായി പറയുന്നത്. അതായത് ഐഫോൺ 17 പ്രോ മോഡലുകളിൽ വന്നേക്കാവുന്ന ഒരു രീതിയാണ് പറയുന്നത്. A19 പ്രോ ചിപ്പാണ് അടുത്തതായി പറയുന്ന പ്രത്യേകത. ആപ്പിളിന്റെ തന്നെ അടുത്ത ജനറേഷൻ A19 പ്രോ ചിപ്പാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചിപ്പ് ഐഫോൺ 17 പ്രോ മോഡലുകളിൽ വരിക എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിട്ടും ഉണ്ടായിരുന്നു. ആപ്പിളിന്റെ വൈഫൈ ആയിട്ടുള്ള 7 ചിപ്പ് എന്നാണ് പറയുന്നത്. ആപ്പിളിന്റെ സ്വന്തം വൈഫൈ മോഡത്തിലാണ് വരും ഐഫോൺ 17 സീരീസിൽ വരുമെന്നുള്ള അഭ്യൂഹം സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. 24 MB ഫ്രണ്ട് ക്യാമറയും 12 MB ഒക്കെ പകരം ഐഫോൺ 17 സീരീസിലെ 4 ഫോണുകളിലും 24 മെഗാ പിക്സൽ മുൻ ക്യാമറ വരുമെന്ന സൂചനയും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. 48 MB റിയൽ ടെലിഫോട്ടോ ക്യാമറയാണ് മറ്റൊരു പ്രത്യേകത. ഐഫോൺ 17 പ്രോ മോഡലുകളിൽ 48 MB ടെലിഫോട്ടോ ക്യാമറ വരുമെന്നും സ്ഥിരീകരിക്കാത്ത വാർത്ത ഇതിനു പിന്നാലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 12 GB റാം ആണ് പിന്നീട് പറയുന്ന കാര്യം. ആദ്യം ഐഫോൺ 17 പ്രോ മാക്സിലും ഒക്കെ തന്നെയും ഈ പിന്നാലെ വരുന്ന പ്രോ മോഡലിലും 12 GB റാം വരുമെന്നുള്ള സൂചനയാണ് സജീവമായി പറയുന്നത്. നിലവിലെ ഡിസൈനുകളിൽ തന്നെ നിന്ന് വ്യത്യസ്തമായി ക്യാമറ ബമ്പ് ഉൾപ്പെടെ തന്നെ വലിയ മാറ്റങ്ങളാണ് വരുന്നതെന്ന് ആപ്പിൾ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിൽ തന്നെ ആപ്പിൾ ട്രാക്ക് എന്ന വെബ്സൈറ്റുകളും പറയുന്നുണ്ട്. 2025 സെപ്റ്റംബർ ഐഫോൺ 17 മോഡലുകളിൽ ആഗോള ലോഞ്ച് നടക്കുമെന്നാണ് ആപ്പിൾ ട്രാക്ക് അവകാശപ്പെടുന്ന ഒരു കാര്യം. ഐഫോൺ 16 പ്രോ സീരീസിന്റെ പുതിയ വേർഷനാകും 17 പ്രോ എന്നാണ് കരുതുന്നത്. എന്നാൽ അത് മാത്രമാകില്ല എന്നും ഡിസൈനിൽ തന്നെ അടക്കം മാറ്റങ്ങൾ വിധേയമായതാണ് വരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് പ്രകാരം പുതിയ മോഡലിൽ ഐഫോൺ 17, 17 സ്ലിം, 17 പ്രോ, 17 പ്രോ മാക്സ് എന്നിങ്ങനെയാണ് 4 വേരിയന്റുകളായി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഐഫോൺ 17 സ്ലിം എന്ന വേരിയന്റ് ആണ് പുതിയതായി തന്നെ ഇതിൽ പ്രത്യേകമായി എത്തുന്നത്. ഇതിനു മുൻപ് ഇറങ്ങിയ മോഡലുകളിൽ സ്ലിം വേരിയന്റ് ആപ്പിൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് ഇവരുടെ ഒരു കുറവായി തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു. ഐഫോൺ 17 പ്ലസ് വേരിയന്റിന് പകരമായാണ് അത് വേരിയന്റ് വേറെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഈ 4 വേരിയന്റിന്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ടൈറ്റാനിയത്തിന് പകരം അലൂമിനിയം ബോഡിയിലാകും തന്നെ ഐഫോൺ 17 മോഡലുകളൊക്കെ വരിക എന്നും ഐഫോൺ 17 മോഡലിനെ കുറിച്ചൊക്കെ പറയുന്ന വാക്കുകളും ഇത് തന്നെയാണ്.